ഇന്നത്തെ സ്പെഷ്യൽ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നാൽ നമ്മൾ ജനലൊക്കെ തുറന്നിടില്ലേ? ജനലൊക്കെ തുറക്കുമ്പോൾ കിളികളുടെ കിളിനാദം കേൾക്കാം. നമുക്ക് അതൊക്കെ കേട്ട് ഓരോ ദിവസത്തെ കിച്ചണിലെ പരിപാടികൾ ആരംഭിക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ ചെയ്യുന്ന പണിയാണ്, ഞാൻ ചെയ്യുന്ന പണി എന്നും ചെയ്യുന്ന പോലെ തന്നെ ചോറ് കൊണ്ടുപോണ പാത്രങ്ങളിലൊക്കെ ചൂടുവെള്ളം തിളപ്പിച്ചൊഴിക്കലാണ് ആദ്യം ചെയ്യുന്ന പണി. അതിപ്പോൾ കഴിഞ്ഞിട്ട് വേറെ പണികൾക്ക് ചെയ്യാൻ പോവുള്ളൂ. ഇന്നിപ്പോൾ ചോറ് വെക്കണ ദിവസമായതുകൊണ്ട് കുക്കറിൽ അരിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ കുക്കറിലാണ് വയ്ക്കുക. ഞാൻ ഒരു വിസിലേ കളയുള്ളൂ കേട്ടോ. ബ്രൗൺ അരിയാണ് ഞാൻ വെക്കണത്. അപ്പോൾ ഒരു വിസിൽ കളഞ്ഞു കഴിഞ്ഞാൽ അത് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടും. പിന്നെ വെള്ളമൊഴിച്ച് ഊറ്റിയെടുക്കും. അപ്പോൾ എന്താ പറയുക, ടാപ്പിൽ ചൂടുവെള്ളം ഉള്ള കാരണം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഊറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ കിച്ചണിൻ്റെ ബാക്കിലത്തെ വർക്ക് ഏരിയയുടെ വാതിൽ തുറന്നേക്കാണ്. അവിടെയാണ് ഞാൻ ഫിഷൊക്കെ നന്നാക്കാം കേട്ടോ. അപ്പോൾ അയില ഇന്നലെ മീൻകാരൻ കൊണ്ടുവന്നില്ലേ, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടാൻ പോയതാണ്. അപ്പോഴേക്കും ഇവിടെ വെള്ളമൊക്കെ തിളച്ച്, അപ്പോൾ വേഗം പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ മെൻസ്ട്രൽ കപ്പാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അയിലയുടെ ഐസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് ഉപ്പിട്ടൊക്കെ ഉരച്ച് ക്ലീൻ ചെയ്ത് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് മാരിനേഷൻ കൊടുക്കാം. അധികം നേരമൊന്നും വെക്കണമെന്നില്ല. സാധാരണ ഞാൻ തലേദിവസം മീൻ എന്തെങ്കിലും മാരിനേഷൻ നടത്താനുള്ളതൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഫ്രഷ് അയിലല്ലേ, അതാണ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഫ്രിഡ്ജിലായിരുന്നു. തണുപ്പൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മാരിനേഷനാണ്. വെറുതെ എന്താ പറയുക, മഞ്ഞളും മുളക് പൊടിയും ഉപ്പും മാത്രം ചേർക്കണുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കണില്ല. അപ്പോൾ അതവിടെ ഒരു 5 മിനിറ്റ് നേരം അവിടെ ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് പരിപ്പും കുമ്പളങ്ങയും വെക്കണ്ടേ. ഇന്നത്തെ സ്പെഷ്യൽ കറി അതാണ്. പരിപ്പും കുമ്പളങ്ങ കറിയും ക്യാബേജ് ഉപ്പേരിയും ഫിഷ് അയില ഫ്രൈയുമാണ് ഇന്നത്തെ ഉപ്പേരി. അപ്പോൾ പരിപ്പ് അവിടെ കഴുകി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുമ്പളങ്ങ ഒരു കഷ്ണം എടുക്കണുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് അരിഞ്ഞ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുള്ളൂ. കുക്കറിൽ ഒരുമിച്ചിട്ടിട്ടുണ്ട്. പീലർ കൊണ്ട് നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് നോക്കിയാൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയും തൊലി കളയൽ പരിപാടിയൊക്കെ. പിന്നെ കുക്കറിൽ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കുമ്പളങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഒറ്റ വിസിൽ കളയും. അപ്പോൾ എന്തുണ്ടാവുക, പാകത്തിന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ വെന്ത് കുറുകി പോകില്ല. നമ്മൾ അടുപ്പത്തൊക്കെ വെച്ച് വേവിച്ചെടുക്കണ പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ എല്ലാ സാമഗ്രികളും ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വിസിൽ വരട്ടെ. ഇനി നമുക്ക് ക്യാബേജിലേക്കുള്ള എന്താ പറയുക, സബോള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ. കറിവേപ്പില ഞാൻ ഇതേപോലെ കഴുകി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. കാരണം എനിക്ക് മഴ വരുന്ന സമയത്തൊന്നും ഓടേണ്ട കാര്യമില്ല. മഴ വന്നാലും ഓടിപ്പോയി കറിവേപ്പില ഇടണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. എന്നാലും പൊട്ടിച്ച് വയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ ആവശ്യ നേരത്തിന് ഇടാമല്ലോ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്ത് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ മൂടി വെച്ചിട്ടാട്ടോ വേവിക്കുക. ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയേ. അധികം കരിച്ച് മുറിച്ചെടുക്കാണ്ട് ഇതേപോലെ ചെയ്താൽ നമുക്ക് ഫിഷ് കഴിക്കുന്നതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും മൂടി വെച്ച് കൊടുത്താൽ. അപ്പോൾ ഫിഷ് ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാബേജ് ഉപ്പേരിക്കുള്ള പ്രിപ്പറേഷൻ. അപ്പോൾ കടുകൊക്കെ ഇട്ടെടുത്ത് സബോളയും പച്ചമുളകും നാളികേരവും ഒക്കെ ഇട്ടുകൊടുത്ത് ഇനി ക്യാബേജ് ഇട്ട് കൊടുക്കേ വേണ്ടു. ഇവിടെ ക്യാബേജ് ഉപ്പേരി റെഡിയാക്കണ നേരം അവിടെ ചട്ടിയിൽ കുമ്പളങ്ങ കാച്ചി ഒഴിക്കാനും പിന്നെന്താ നമ്മുടെ ചട്നി ഉണ്ടാക്കണ്ടേ, ദോശയിലേക്ക് ചട്നിയും കൂടി വേണം. അപ്പോൾ അതിലേക്കുള്ള പണിയും കൂടി അപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയിലേക്ക് ആദ്യം കാച്ചി ഒഴിക്കുക. പിന്നെ ചട്നിക്ക് ഞാൻ ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് രാവിലെ എല്ലാവരും കൂടി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അരച്ച് വെച്ചത് ഇനി ഒന്ന് കാച്ചിയെടുക്കേ വേണ്ടു. തൈരൊക്കെ ഒഴിച്ച് കുപ്പി ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കണം. അപ്പോൾ ക്യാബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങ കടുക് വറുക്കലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിപ്പണികൾ അങ്ങനെ അവിടെ അവസാനിച്ചിട്ടുണ്ട്.
ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ്ട് അതൊന്ന് കഴുകി വേഗം ഒന്ന് സിങ്ക് ഒന്ന് കാലിയാക്കി എടുക്കണതാണ്. അല്ലെങ്കിൽ സിങ്കിൽ പാത്രങ്ങൾ നിറയും. നമ്മുടെ പണി കഴിയുമ്പോഴത്തേനും സിങ്ക് നിറച്ച് പാത്രവും. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ദോശമാവിലേക്ക് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. മോളാണെങ്കിൽ ദോശ കഴിക്കുള്ളൂ, അവൾക്ക് ഇഡ്ഡലി ഇഷ്ടമില്ല. അപ്പോൾ അവൾക്ക് മാത്രം ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങൾ ഇഡ്ഡലിയാണ് കഴിക്കുക. അപ്പോൾ നമ്മുടെ ചോറ് ഊറ്റിയെടുക്കാനുള്ള നേരമായിട്ടുണ്ട്. പ്രഷറൊക്കെ പോയി. അപ്പോൾ കണ്ടില്ലേ, ചൂടുവെള്ളം ടാപ്പിൽ നിന്ന് തന്നെ ഞാൻ ഒഴിച്ചിട്ടാണ് ഊറ്റിയെടുക്കുക. ലാസ്റ്റ് എന്നിട്ട് നല്ല തിളച്ച വെള്ളം തിരി ഒഴിച്ചു കൊടുക്കുകയും കൂടി ചെയ്യും. അപ്പോൾ നല്ല ഫ്രഷ് ചോറായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് നമ്മുടെ കഞ്ഞിക്കളി എന്നൊക്കെ പറയില്ല, അതൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവാണ്ടിരിക്കുകയും ചെയ്യും. അധികം ദിവസമൊന്നും ഉണ്ടാവില്ല കേട്ടോ, 3 ദിവസത്തിനൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തീരും. ഞാൻ ചോറ് തീരെ കഴിക്കില്ല, അവർ രണ്ടുപേരും മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് ചോറ് ആവശ്യമുള്ളൂ. പിന്നെ അപ്പോൾ മോളുടെ പാത്രത്തിൽ ചോറാക്കി ഫിഷാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾ ടവലിൽ അവൾ പൊതിഞ്ഞെടുത്തോളൂ. ഞാനപ്പോൾ ടവലിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. മോൾക്ക് ഈ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ മോള് വരാത്തത്. മോള് +2 പഠിക്കണത്, മാപ്രാണം ഹോളി ക്രോസിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് വീഡിയോയിൽ വരാനും താല്പര്യമില്ല. ഇക്കാക്കും അതേ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് NSSൻ്റെ പരിപാടി ഉണ്ടായ കാരണം 2 പൊതി ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ കാരണം എല്ലാം ഞാൻ കഴുകി വെച്ചതാണ് അവിടെ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി വരുമ്പോഴത്തേനും നമ്മൾ ഇഡ്ഡലിക്കുള്ള തട്ടിൽ ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ട് അടുപ്പത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ദോശ ചൂടാറായിട്ടുണ്ട്. അവൾ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന നേരമായിട്ടുണ്ട്. ആ നേരത്തെ ഞാൻ ദോശ ഉണ്ടാക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ദോശ തണുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ ദോശയും പൊതിച്ചോറും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ള ഇഡ്ഡലിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാനിരിക്കണം. ഞാൻ 2 ഇഡ്ഡലി എടുത്തിട്ടുണ്ടെന്ന്. ഇഡ്ഡലി കുറേ ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അത് കാരണം ടേസ്റ്റ് അറിയാൻ വേണ്ടി 2 ഇഡ്ഡലിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് റോസ്റ്റും കൂടി ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങ നുറുക്കിയതും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ മീൻസ് എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പ്രത്യേകിച്ച് കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ ഈസി പണികളുമായിട്ട് ഞാൻ ഇനിയും വരണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. വീഡിയോ ഫുള്ളായിട്ട് കാണണം.